സൺഡേ ആയതുകൊണ്ട് ഒരു ഉറക്കം പതിവുള്ളതാണ്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഓർത്തത് ഡിന്നർ കുക്ക് ചെയ്യാമല്ലോ. അപ്പം സ്ക്വിഡ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫിഷ് കറി ടൈപ്പ് ഒരു സാധനം, ഇതെൻ്റെ സ്പെഷ്യലാട്ടോ. ഞാനിങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്. ഇത് എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ജസ്റ്റ് മീൻ കറി വെക്കുന്ന പോലെ ഒരു ഡിഷ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, കറിവേപ്പിലയുണ്ട്, വറ്റൽമുളകുണ്ട്, പുളിയുണ്ട്, പിന്നെ കുറച്ച് പൊടികളും. അപ്പം ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ആക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കടുക്, ഉലുവ അതൊക്കെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതൊക്കെ അതിലിട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക്, പിന്നെന്താണ് കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മുമ്പേ ഗ്രൈൻഡ് ചെയ്ത് വെച്ചത്, ആ മിക്സ് ഇതിലേക്ക് ചേർക്കണം. എണ്ണ ചൂടായി വരുന്നതിനനുസരിച്ച് ഈ കടുകൊക്കെ പൊട്ടി വരും. ആ സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് വറ്റൽമുളകൊക്കെ ചേർക്കാം. പച്ചമുളക് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകും ചേർക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരുമാതിരി ഓവർ ഗ്രൈൻഡായി പോകരുത്, ഒരു പേസ്റ്റ് പോലെ ആവരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലേക്കാവും വരെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ പിങ്ക് സോൾട്ടാണ് ചേർക്കാറ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്തത് വേഗം വാടും, മീൻസ് പെട്ടെന്ന് വഴണ്ട് കിട്ടും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്തേ. ഇപ്പോൾ അതും നമ്മൾ പിന്നീട് നമുക്ക് കറിക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ചേർത്തിട്ടില്ല, കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് വെള്ളം പുളിയൊക്കെ ചേർക്കുമ്പം ഉപ്പിൽ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഒത്തിരി ഉപ്പ് ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ശകലം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം അത് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ. ഞാൻ ഈ പൗഡേഴ്സൊക്കെ ചേർക്കുന്നത് വിട്ടുപോയി. അതിൽ ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഈ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ടായി. പക്ഷെ ഞാനത് മിക്സ് ചെയ്യുന്ന ഫൂട്ടേജ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ നമ്മുടെ ഈ സ്ക്വിഡും പ്രോൺസും ഒക്കെ അതിനകത്തിൽ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് പുളിയും വെള്ളമൊക്കെ ചേർത്തു. ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തത് തിളച്ച് വന്നു പെട്ടെന്നല്ല കേട്ടോ, ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എടുത്തു. ആ സമയത്ത് ഞാൻ കുറച്ച് ചോറ് വെച്ചു. ഡിന്നറാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ശേഷം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് കേട്ടോ പാവയ്ക്ക, അതും ഈ ഗ്രീൻ കളറിൻ്റെ പാവയ്ക്ക. ഇതിന് ഇത്തിരി കയ്പ്പുണ്ടെങ്കിൽ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് കുറച്ച് കായമൊക്കെ ഇട്ടിട്ട് ഞാൻ കായപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ മെഴുക്ക് പുരട്ടിക്ക്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചുമ്മാ പാനിൽ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് അതിനകത്തിൽ വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചും തുറന്ന് വെച്ചിട്ടും ഒക്കെ വേവിച്ചു. പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അതും പ്രത്യേകിച്ച് ഈ പാവയ്ക്ക കേട്ടോ, ഈ ഗ്രീൻ കളറുള്ള പാവയ്ക്ക. എനിക്ക് തന്നെ ഒരു ഇന്നർ ഫീലിംഗ് ആണ്, ഇത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെയോ സമയം കിട്ടിയാൽ ഞാൻ പാവയ്ക്കയാണ് മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കാറ്. അങ്ങനെ എൻ്റെ പാവയ്ക്ക റെഡിയായി. അപ്പോൾ എൻ്റെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക, പിന്നെ ഈ സീ ഫുഡിൻ്റെ ഒരു കറി. അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാം. ബൈ ബൈ, ടാറ്റാ.